പാളയം മാർക്കറ്റ് ഉടൻ തന്നെ കല്ലത്താൻകടവിലേക്ക് മാറ്റുമെന്ന കോഴിക്കോട് മേയർ ഒ സദാശിവന്റെ പ്രസ്താവനയിൽ വൻ പ്രതിഷേധത്തിലാണ് പാളയം മാർക്കറ്റിലെ തൊഴിലാളികളും കച്ചവടക്കാരും. ഇതുമായി ബന്ധപ്പെട്ട് പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖലാ സംരക്ഷണ കമ്മിറ്റി ചെയർമാന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേയർ ഒരു പ്രസ്താവന പറയുകയുണ്ടായി, ഇപ്പൊ നമ്മുടെ പാളയം മാർക്കറ്റ് ഉടൻ തന്നെ കല്ലത്താൻകടവിലേക്ക് മാറ്റുമെന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതികരണം? മേയർ സ്വാഭാവികമായിട്ട് വെറുതെ പറഞ്ഞേന്നുള്ളൂ. കാരണം കല്ലത്താൻകടവിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങില് ആർക്കും കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഈ പാളയത്ത് 153 കടക്കാരെ മാത്രമല്ല ഞങ്ങൾ ഇവിടുന്ന് മാറ്റണം എന്ന് പറയുന്നത്. ഈ അനുബന്ധ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും മാറ്റുകയാണെങ്കിലേ ഇവിടെയുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ള ആളുകൾ അങ്ങോട്ട് പോകുള്ളൂ. അല്ലാതെ ഇവിടുന്ന് മാറുന്ന ഒരു പ്രശ്നവുമില്ല. ജീവൻ ത്യജിച്ചു ഇതിവിടെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സമര പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് ആവശ്യപ്പെട്ട് വരുമ്പോൾ അതിന് ഞങ്ങൾ സമരത്തിൽ ചെറുത്ത് തോൽപ്പിക്കും. ഇവിടെയുള്ള ഈ ബിൽഡിങ്ങിന് ഇപ്പൊ NITയുടെ ഒരു നോട്ട് അൺഫിറ്റ് എന്നുള്ള ഒരു രേഖ വെച്ചിട്ടാണ് അവർ ഒഴിപ്പിക്കുന്നത്. പാളയം പച്ചക്കറി മാർക്കറ്റിലുള്ള ഒരു ബിൽഡിങ്ങും എന്താ പറയാ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉള്ള ബിൽഡിങ്ങുകളല്ല. ഇനിയും 100 വർഷം നിൽക്കുന്ന ബിൽഡിങ്ങുകളല്ല. അത് മാത്രമല്ല, ഇതൊക്കെ 2 തട്ടുള്ള ബിൽഡിങ്ങുകളും അല്ല, എല്ലാം നിലത്തുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് പരിശോധിച്ചാണ് അറിയാം. പുറമെയുള്ള ഇന്ദിരാ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ജയന്തി ബിൽഡിങ്ങിന്റെ കേട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാരെ ഇവിടെ നിന്ന് ഒരു നിലക്കും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോ ഈ കോർപ്പറേഷന്റെ നീക്കങ്ങൾക്കെതിരെ നിങ്ങൾ മന്ത്രി KM ഷാജി, തൊഴിലാളികൾ KM ഷാജിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രി അതിന് ഞങ്ങൾക്ക് അനുഭവമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പറഞ്ഞത്. ഇവിടുത്തെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് മന്ത്രിയുടെ ഭാഗത്ത് കിട്ടിയിരുന്നത്. അപ്പൊ വലിയങ്ങാടിയിൽ 4 തൊഴിലാളികളാണ് കെട്ടിടത്തിൻ്റെതായിട്ട് മരിച്ചത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് കോർപ്പറേഷൻ ഇങ്ങനെ ചെയ്യുന്നതിൽ ഇവിടെ ആ രീതിയിലുള്ള ഒന്നുമില്ലല്ലോ. അതല്ല പറഞ്ഞത്, എല്ലാവർക്കും ഒന്ന് പരിശോധിച്ച് കാണാൻ കഴിയുമല്ലോ. പച്ചക്കറി മാർക്കറ്റിലുള്ള ബിൽഡിംഗ് ദൃശ്യമാധ്യമങ്ങൾക്ക് പരിശോധിച്ച് കാണാൻ, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ ഇല്ല. പിന്നെ വെറുതെ അവര് NITനെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തുകൊണ്ട് അവിടുത്തെ ജൂനിയർ ആളുകളെ കൊണ്ട് അവരൊരു ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി രേഖ ഉണ്ടാക്കിയ, അല്ലാണ്ട് ഒരു സംഭവമില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും കോർപ്പറേഷൻ ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം എന്നുള്ളത് തന്നെയുള്ള അവരുടെ വാശിയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ ആരും തയ്യാറല്ല. ജീവൻ ത്യജിച്ചിട്ടും ഇതിവിടെ നിലനിർത്താൻ ആവശ്യമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. പാളയത്തെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ടെന്നും NIT റിപ്പോർട്ടിന്റെ പേരിൽ പാളയം മാർക്കറ്റിന്റെ കാര്യത്തിൽ മാത്രം കാണിക്കുന്ന കോർപ്പറേഷന്റെ ധൃതി സംശയകരമാണെന്നും പാളയം കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന കാലാകാലങ്ങളിലായിട്ട് എവിടെയാണ്? ആ കാലത്ത് സുപ്രീം കോടതി വിധിയൊന്നുമില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ. എന്നാൽ സുപ്രീം കോടതി 2014 ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. കോർപ്പറേഷനിൽ നമുക്ക് ID കാർഡ് വിതരണം ചെയ്തു. അപ്പൊ ID കാർഡിൽ കൊടുത്ത സ്ഥലം ഏതാണ്? ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ID കാർഡ് എന്നത് പാളത്തിനകത്താണ്. ആ പാളത്തിനകത്ത് ഞങ്ങൾ ഉപജീവന മാർഗം തേടി പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു സുപ്രഭാതത്തില് പറിച്ചു നടുമ്പം അതില് വേണ്ട വിധത്തില് അവർക്ക് സൗകര്യമായിട്ട് ഒഴിപ്പിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കിത് ജനങ്ങൾക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി ഒരു കവറായിട്ട് വന്നാൽ 50 ഉറുപ്പ്യക്കോ 100 ഉറുപ്പ്യക്കോ പച്ചക്കറി വില പേശി വാങ്ങാൻ കഴിയുന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. വികസനത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം നടപടികളിൽ നിന്നും കോർപ്പറേഷൻ പിന്മാറിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും കമ്മിറ്റി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.